പക്ഷെ ഞാൻ പേടിച്ചുപോയി. കാരണം ദ്വാരപാലക വിഗ്രഹം പോയി, മറ്റേ കഥകിന്റെ സാധനം പോയി, സ്വർണം, കട്ട്ലേറെ സ്വർണം പോയി. ഈ പ്രാവശ്യം പോയിട്ട് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യപ്പന്റെ തങ്ക വിഗ്രഹം ഉറപ്പായിട്ട് പോകും. അതായിരുന്നു ടാർഗറ്റ്. അയ്യപ്പൻ സമ്മതിച്ചില്ല. തങ്ക വിഗ്രഹവും കൂടി അടിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പൻ സത്യമായിട്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അയ്യപ്പ ഭക്തനാണ്, ശബരിമല പോകുന്ന ആളാണ്. അയ്യപ്പൻ അങ്ങനെയാണ്. കോടതി ഇത് വന്നപ്പോ കോടതി ഇത് ചകഞ്ഞ് നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത്. അപ്പോഴാണ് 2025 ഈ കള്ളത്തരവും കൂടി പുറത്തു വരുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും തങ്കവിഗ്രഹം അടക്കമുള്ള അവിടെ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ അടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. ഇത് ദേവസ്വം ബോർഡിലെ CPM യൂണിയനിൽപ്പെട്ടൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് കൂടിയാണ്. ഇതിന്റെ ഇടയിൽ വേറെ കാര്യം കൂടി ഉണ്ടായി. നമ്മുടെ മന്ത്രി വാസവന്റെ നിയോജകമണ്ഡലമായ ഏറ്റുമാനൂർ വലിയ ശിവക്ഷേത്രമുണ്ട്, മഹാദേവ ക്ഷേത്രം. അവിടെ ഈ സംഘം പോയി. സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി അവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തില്. രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ 7.5 പൊന്നാനയുണ്ട് ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പുറത്തെടുത്ത് വെച്ചു. ഈ ശബരിമല പോലെയല്ലല്ലോ, ദൂരെയുള്ള സ്ഥലമല്ലേ. 1-ാം തീയതി നടപടിക്കുമ്പോഴും സീസണിലല്ലേ ഭക്തര് പോകുള്ളൂ. ഇവിടെ ഏറ്റുമാനൂര് ഭക്തര് മുഴുവൻ അമ്പലം വളഞ്ഞു. എന്നിട്ട് പറയും ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയും. ഇതേ ടീം ഏറ്റുമാനൂർക്ക് പോയത്, മനസ്സിലായിക്കൊള്ളാം. ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയും കൂടി ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേനെ.